ഹായ് ഗായ്സ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് വൈഫൈ. എന്നാൽ ഈ വൈഫൈ എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം വൈഫൈ എന്താണ്. വളരെ ലോകത്തിലെ ഏകദേശം 80% ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഇന്ന് വൈഫൈയിലൂടെയാണ്. എന്നാൽ ഇതായിരുന്നില്ല പണ്ടത്തെ അവസ്ഥ. പണ്ട് ഇന്റർനെറ്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് കേബിളാണ്. അതായത് കേബിളിലൂടെയാണ് ഇന്റർനെറ്റ് നമുക്ക് ലഭിച്ചിരുന്നത്. ലോകത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇന്റർനെറ്റ് ലഭിക്കണമെങ്കിൽ ഈ കേബിളിലൂടെ പോയിട്ടാണ് നമുക്ക് ഇന്റർനെറ്റ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ തകരാറ് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ഈ ഒരു കേബിൾ എന്തോ കാരണത്താൽ മുറിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ ഒന്നും ഇന്റർനെറ്റ് ലഭിക്കില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം ആൾക്കാർ പുതിയൊരു സാങ്കേതിക വിദ്യയായിട്ട് വൈഫൈനെ 1997 കൊണ്ടുവരുന്നത്. അതായത് വയർലെസ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാം എന്നൊരു ചിന്തയാണ് ശരിക്കും വൈഫൈയുടെ ജന്മത്തിന് കാരണമാകുന്നത്. അപ്പൊ ശരിക്കും ഈ വൈഫൈ എന്താണ്? വൈഫൈ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കൂട്ടം നിയമമാണ്. ഒരു കൂട്ടം നിയമത്തിന് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് വൈഫൈ ഒരു പ്രോട്ടോകോളാണ്. IEEE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്ന ഈ സ്ഥാപനമാണ് ഈ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരുന്നത്. ഈ ഒരു പ്രോട്ടോകോൾ 802.11 എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും വൈഫൈ IEEE 802.11 എന്ന പ്രോട്ടോകോളാണ് ശരിക്കും വൈഫൈ എന്ന് നമ്മൾ പറയുന്നത്. ഇനി വൈഫൈന് എങ്ങനെയാണ് ഈ വൈഫൈ എന്നൊരു പേര് കിട്ടിയത്? നമ്മൾ ആലോചിച്ചു. വൈഫൈന് എങ്ങനെ വൈഫൈ എന്നൊരു പേര് കിട്ടിയത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു നിയമം കൊണ്ടുവന്നു, ഈ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവന്നു. 802.11 എന്നൊരു പ്രോട്ടോകോൾ 1997 കൊണ്ടുവന്നു. എന്നാൽ ഇതിന് നമ്മൾ ഇപ്പൊ എവിടെയും പോവുകയാണ്. ഒരു സാധാരണ ആൾ എങ്ങനെയായിരിക്കും ചോദിക്കേണ്ടത്? ചേട്ടാ, ഇവിടെ 802.11 കിട്ടുമോ? അല്ലെങ്കിൽ 802.11 ഇവിടെ ഫ്രീ ആകും? IEEE 802.11 ഇവിടെ ഫ്രീ ആകും? അപ്പൊ ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, അല്ലെ? അപ്പൊ ഈ ഒരു നമുക്ക് അത്ര ഒരു കംഫർട്ട് അല്ലല്ലോ. അപ്പൊ അതിന് പകരം ഒരു സിമ്പിൾ പേര് ഇടാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അതിനായിട്ട് അവർ ഇന്റർ ബ്രാൻഡ് എന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിക്ക്, ഒരു ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് കമ്പനിക്ക് ഈ ഒരു ടാസ്ക് കൊടുത്തു. അപ്പോൾ അവരാണ് വൈഫൈ എന്നൊരു പേര് ഈ ഒരു പ്രോട്ടോകോളിൽ കൊണ്ടുവന്നത്. അല്ലാണ്ട് വൈഫൈന് പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ല, അത് ഏതിന്റെയും ഷോർട്ട് ഫോമും അല്ല. അപ്പൊ ചിലർ തെറ്റിദ്ധരിക്കലുണ്ട്. വൈഫൈ എന്ന് വെച്ചാൽ വയർലെസ് ഫിഡിലിറ്റി ആണ്, ഫിഡിലിറ്റി എന്ന് വെച്ചാൽ അക്യുറസി എന്നാണ്. പക്ഷെ വയർലെസ് ഫിഡിലിറ്റി വൈഫൈ അല്ല. അതായത് വൈഫൈന് ഫുൾ ഫോം ഇല്ല. വൈഫൈ ജസ്റ്റ് ഒരു പേര് മാത്രം. അതായത് ഈ IEEE 802.11 പകരം ഒരു എളുപ്പത്തിൽ വിളിക്കാൻ വേണ്ടി വൈഫൈ, അത്രയും ഒരു വൈഫൈന്റെ കാര്യം. ഇനി വൈഫൈ എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും സിമ്പിൾ ആയി വൈഫൈ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ചുറ്റും ഇല്ല എയർ, വായുവിലൂടെ കടന്നു പോകാൻ പറ്റുന്ന റേഡിയോ വേവ്സിനെ ഉപയോഗിച്ചിട്ടാണ് വൈഫൈ വർക്ക് ചെയ്യുന്നത്. റേഡിയോ വേവ്സിൽ തന്നെ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് രണ്ട് ഫ്രീക്വൻസിയാണ് സെലക്ട് ചെയ്യുന്നത്. 2.4 GHz ഫ്രീക്വൻസിയും 5 GHz ഫ്രീക്വൻസിയും. ഈ രണ്ട് ഫ്രീക്വൻസിയിൽ ഏത് ഒന്നാണ് നമ്മൾ വൈഫൈ ആയിട്ട് സാധാരണ ഉപയോഗിക്കാറ്. രണ്ടും വേണം ഉപയോഗിക്കാം. അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 2.4 GHz അല്ലെങ്കിൽ 5 GHz കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു ഫിസിക്സിന്റെ കൺസെപ്റ്റിൽ വെച്ച് പറഞ്ഞാൽ, ഒരു പോയിന്റിൽ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന വേവ്സിന്റെ എണ്ണത്തെ നമ്മൾ ഹേർട്സിൽ സൂചിപ്പിക്കാം. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയും. അങ്ങനെ 2400000, അതായത് 2.4 GHz, ഇത് അത്രയും ഒരു ബില്യൺ അളവിൽ വേവ്സ് ഒരു സെക്കൻഡിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു റേഡിയോ വേവ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഈ വൈഫൈ സാങ്കേതിക വിദ്യ വർക്ക് ചെയ്യുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡാറ്റ, ഇമേജ് ആവട്ടെ, വീഡിയോ ആവട്ടെ, മ്യൂസിക് ആവട്ടെ, അതിനെ കമ്പ്യൂട്ടറിന്റെ ഭാഷയായ ഓൺ ഓഫ് അല്ലെങ്കിൽ 1-0 എന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിനെ ഈ ഒരു ഫ്രീക്വൻസിയിലെ വേവ്സിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇത് ഇതേമാതിരി റിസീവറിൽ എത്തിയിട്ട് ഇതേ സെയിം ഫംഗ്ഷൻ റിവേഴ്സ് ഓർഡറിൽ നടക്കും. അതായത് ഈ ഒരു വേവിനെ തിരിച്ച് 1-0 ഫോമിൽ അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മുടെ ഡാറ്റയിലേക്ക് മാറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ വൈഫൈന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ വൈഫൈന്റെ ഉപയോഗം ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്താണ് വൈഫൈന്റെ ഉപയോഗം. ഇതിനേക്കാൾ ഏറെ കാര്യങ്ങൾ, കുറെ കാര്യത്തിൽ വൈഫൈ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിന്റെ നെക്സ്റ്റ് വീഡിയോ ചൊവ്വാഴ്ച വരുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചൊവ്വാഴ്ച
ഇതിന്റെ ഉപയോഗങ്ങളായിട്ട് നമുക്ക് കാണാം. Till then, goodbye, see you.